ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. യെസ് സർ, അവസാനം ട്രംപിൻ്റെ താരിഫ് നയങ്ങളൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ഒരു പക്ഷേ കഴിഞ്ഞ നവംബർ മാസം മുതൽ വലിയ തോതിൽ ആ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു വേർഡായിരുന്നു താരിഫ് എന്ന് പറയുന്നത്. പല തരത്തിൽ ഇതിനിടയ്ക്ക് പലതവണ ട്രംപ് താരിഫ് നയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഏകദേശം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ കടംകൊള്ളിയ ഒരു അമേരിക്കൻ ഇക്കോണമിയെ സംബന്ധിച്ചൊരു ലിബറേഷൻ ഡേയിലേക്കാണ്, ഒരു ഇക്കണോമിക് ലിബറേഷൻ ഡേ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 60 രാജ്യങ്ങൾക്ക് മേലുള്ള താരിഫ് നയം വ്യക്തമാക്കിയിരിക്കുന്നത്. സെക്ടർ വൈസുള്ള നയങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും ഓരോ രാജ്യങ്ങൾക്കും മേൽ വ്യക്തമായിട്ടുള്ള താരിഫ് പോളിസിയാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തെ ഒരു പക്ഷേ ഇന്ത്യയിൽ ധാരാളം നെഗോഷിയേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അല്പം കൂടി ഒരു ഇരുട്ടടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയണം. കാരണം 26% ഇറക്കുമതി തീരുവയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ പലതവണ നെഗോഷിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നുള്ള ടീം അവിടേക്ക് പോയിട്ടുണ്ടെന്ന്. പക്ഷെ അതൊന്നും കാര്യമായിട്ടുള്ള ഫലം കണ്ടില്ല എന്ന് തോന്നുന്നു. അനിൽ അത് പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് ഇറ്റ്സ് ഗോണ ബി നൈസ് ആൻഡ് കൈൻഡ് എന്നാണ്. കേട്ടെടുത്തോളം ഇത് നൈസും അല്ല കൈൻഡും അല്ല എന്നുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ തിയേറ്ററും എക്കണോമിക് റിയാലിറ്റിയും കൂടെ ഒന്നിച്ചു വന്ന ഒരു ഒരു സ്പീച്ച് ആയിരുന്നു അത്. അതായത് പൊളിറ്റിക്കൽ റിട്ടറിക് ആയിരുന്നു അദ്ദേഹം കാണിച്ചത്. ബട്ട് നമ്മളെ സംബന്ധിച്ച് അത് എക്കണോമിക് റിയാലിറ്റിയാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് ഡിസിഷനാണ്. അതിനകത്ത് നമുക്ക് കൈ കടത്താനോ ഒന്നും തന്നെ നമുക്ക് പറ്റാത്തതുകൊണ്ട് ദാറ്റ് ഈസ് എ റിയാലിറ്റി ഫോർ us ആൻഡ് ടാരിഫ് ഈസ് ഹിയർ. അത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയ രസം എന്നറിയോ, ഇത് പൊതുവെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബാഡായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഈ മുഖവിലേക്ക് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഇത്രയും വേഴ്സ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചു തന്നെയില്ല. കാര്യം അതിൻ്റെ രസം എന്താ വെച്ചാൽ നമ്മൾ പല രീതിയിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ മാത്രമൊന്നുമല്ല, വേൾഡ് എക്കണോമിസ്റ്റുകളും അല്ലെങ്കിൽ പല മാർക്കറ്റ് എക്സ്പേർട്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് US-ഉം നമ്മളും തമ്മിൽ അല്ലെങ്കിൽ US-ഉം മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫറൻഷ്യലിനെ ബേസ് ചെയ്തായിരിക്കും എന്നൊക്കെയാണ്. ഇതൊന്നുമല്ല, ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു 10% ടാരിഫ്. അത് കൂടാതെ വേറൊരു കാൽക്കുലേഷനിൽ പല കൺട്രിക്കും, അതായത് കൺട്രി സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും കാംബോഡിയ, ലാവോസിന് വരെ ഇത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് ലിബറേഷൻ ഡേ ഒന്നും അല്ല. അമേരിക്കൻ ജനതയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇൻഡ്യൂസ് ചെയ്ത ഒരു ഇൻഫ്ലേഷൻ ആണ്. ആ ട്രംപിന്റെ ഡിസിഷൻ കൊണ്ട് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഇത്രയും സാധനങ്ങൾ ലോകത്തുനിന്ന് ഇത്രയും വരുന്ന സാധനങ്ങൾക്ക് ഞാൻ ഇന്ന് മുതൽ വില കൂട്ടി എന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് പറഞ്ഞ പോലെയാണ്. ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്സിൽ ഒന്നാണ് US. അബ്സല്യൂട്ട്ലി. അപ്പൊ അത് ഏതല്ല, ഇത്രയും സാധനങ്ങളുടെ വില ഞങ്ങൾ കൂട്ടി, അത് ഏത് മാർഗത്തിൽ കൂടി, ടാരിഫ് എന്ന് പറയുന്ന മാർഗത്തിൽ കൂടി ഞങ്ങൾ കൂട്ടി എന്നുള്ളതാണ് അതിൽ വരുന്ന സന്ദേശം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും അതിനകത്തില്ല. അത് ഒന്നാമത് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം, ഇപ്പം നമ്മൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയും ഒന്നും മാർക്കറ്റ് വീണില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ബട്ട് ഞാൻ അതിലിപ്പോഴും ഒരു ചെറിയൊരു സ്കെപ്റ്റിസം ഞാൻ കൊണ്ടുപോവുകയാണ്. കാര്യം വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ടാരിഫ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് മാത്രം, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഗാർമെന്റ്സ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഗാർമെന്റ്സിന് ഒരു ഇമ്പോർട്ട് ടാരിഫ് US വെച്ചു. അത് നമുക്കും ബാധകമാണ്, വിയറ്റ്നാമിനും ബാധകമാണ്, ബംഗ്ലാദേശിനും ബാധകമാണ്. അപ്പൊ ഇപ്പൊ മാർക്കറ്റ് കാണുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ബ്ലാങ്കറ്റ് ആയിട്ട് ഇത് ബാധകമായി. അതായത് ഗാർമെന്റ് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികൾ, US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികളിൽ നല്ലൊരു ശതമാനം വിയറ്റ്നാമും ബംഗ്ലാദേശും ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ട്. ഇത്രയും പേർക്ക് അത് ഒന്നിച്ച് ബാധകമാവുമ്പോൾ, ഒന്നിച്ച് ബാധകമാവുമ്പോൾ അതിൽ റിലേറ്റീവ്ലി കുറവ് നമുക്കാണ് എന്നുള്ളത്. അതുകൊണ്ട് മറ്റുള്ളിടത്തു നിന്നുള്ള സപ്ലൈ കുറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്ന് സപ്ലൈ കൂടും എന്ന് മാർക്കറ്റ് കണക്കാക്കപ്പെടുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ആണ് മെയിൻ ലൈൻ മീഡിയയിലും മറ്റുള്ള സെക്ടറൽ ആയിട്ടുള്ള കമന്ററിയിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള ഒരു കാര്യം. ആ ഒരു ബേസിസിലാണെന്ന് തോന്നുന്നു മാർക്കറ്റ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രീ ഓപ്പണിലൊക്കെ ഏതാണ്ട് 243-250 പോയിന്റ്സ് ഒക്കെ ഡൗൺ ആണെന്ന് കാണിച്ചെങ്കിൽ പോലും ഇപ്പൊ ഏതാണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് എന്താ പറയാ 50-60 പോയിന്റ്സ് ഡൗണും പല സെക്ടറൽ ഇൻഡിസസ് മിഡ് ക്യാപ്പോ ഏതൊക്കെയോ കാണുമ്പോൾ അതൊക്കെ ഗ്രീൻ ആയിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളത്. അപ്പം മാർക്കറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ബട്ട് ആഫ്റ്റർ ഓൾ ഇതിൽ വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം, ഈ 26% ടാരിഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പറഞ്ഞത് ഏതാണ്ട് 52% ടാരിഫാണ് നമ്മൾ US-ൽ നിന്നുള്ള പ്രോഡക്ട്സിന് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.
ഇത് എങ്ങനെ വന്നു എന്നുള്ള ഡിസ്കഷനാണ് ലോകത്ത് കംപ്ലീറ്റ്. ഇപ്പം നമ്മുടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ കൺട്രീസും. ഇപ്പം നമ്മൾ ഇന്ത്യ തന്നെ ഇതിനൊരു വാർ റൂം ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞു. അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്ന് ഒരു വാർ റൂം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റും എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നതെന്നും പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ടീമിനെ അസൈൻ ചെയ്തു. ലോകം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും പെർസെൻറ്റേജ് ടാരിഫ് വരണം, എന്താണ് മാനദണ്ഡം എന്നുള്ളത്. ഞാനൊരു കണക്കിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ എലോൺ മസ്കിന്റെ തന്നെ ഈ ട്വിറ്ററിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള ഗ്രോക്കിന്റെ അടുത്ത് തന്നെ ചോദിച്ചു, വൈ ഷുഡ് വി ഡിസർവ് സംതിങ് ലൈക്ക് 26% ആൻഡ് വൈ ട്രംപ് ഓർ ദ US അഡ്മിനിസ്ട്രേഷൻ സേസ് ദാറ്റ് 52% നമ്മൾ അവരെ ടാക്സ് ചെയ്യണം എന്നുള്ളൊരു കണക്ക് വന്നെന്നുള്ളത്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിൽ വന്നിരിക്കുന്ന സിമ്പിൾ ഫോർമുല എന്ന് വെച്ചാൽ നമ്മളും US തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഡിവൈഡഡ് ബൈ എക്സ്പോർട്സ് ഓഫ് US ടു ഇന്ത്യ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഈ 52% എന്നുള്ളൊരു കണക്ക് വരുന്നത്. ബട്ട് അത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ സാധാരണ എല്ലാ ബഹുമാനത്തോടുകൂടിയും ചാർട്ടേഡ് അക്കൗണ്ടന്റിലുള്ള എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയും, നമ്മൾ സാധാരണ ഫണ്ണി ആയിട്ടൊരു കാര്യം പറയും. നമ്മൾ സാധാരണ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് ചോദിക്കും എത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്ന് ചോദിക്കും. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മുടെ അടുത്ത് ചോദിക്കും എത്ര രൂപയാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടത്, അതിനനുസരിച്ച് ഞാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് തരാം എന്ന് പറയുന്നത്. ഇതൊരു വെറും തമാശയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, ഇങ്ങനെ ഒരു സെയിങ് ഉണ്ട്. അപ്പോൾ അതുപോലെയാണ് ഏതാണ് ട്രംപ് നിശ്ചയിച്ച ഒരു സാധനത്തിലേക്ക് വരാനായിട്ടുള്ള കാൽക്കുലേഷൻസ് എന്നാണ്. കാര്യം ഇപ്പൊ അതിനകത്ത് അവർ പറയുന്ന കാര്യത്തിൽ 3-4 കാര്യങ്ങൾ അവർ കണക്കിലെടുത്തിട്ടാണ് ഈ 26%. ഇന്ത്യ മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിലെ ഫിഗേഴ്സ് ഞാൻ പറയണില്ലെന്നുള്ളൂ. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവോൾവ് ആയതുകൊണ്ടും ഇന്ത്യൻ മാർക്കറ്റിന്റെ കണക്ക് 26% എന്നാണ് ആ എക്കണോമിക് ടാരിഫിന് അവർ വച്ചേക്കുന്നത്. അത് എങ്ങനെ അറൈവ് ചെയ്തു വെച്ചാൽ അവർ പറയുന്നത് നോൺ ടാരിഫ് ബാരിയേഴ്സ്. രണ്ടാമത് കൺട്രികൾ ചിലപ്പോൾ ആർട്ടിഫിഷ്യലി കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത് വെച്ചേക്കാം, അതായത് എക്സ്പോർട്ട് കോമ്പറ്റേറ്റീവ്നെസ് വേണ്ടിയിട്ട്. അതും കണക്കിലെടുത്ത് അതർ കൺട്രീസ് US ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ, 1 നോൺ ടാരിഫ് ബാരിയേഴ്സ് കൺസിഡർ ചെയ്യുന്നു, 2 കറൻസി കൺസിഡർ ചെയ്യുന്നു. ഏതെങ്കിലും രാജ്യങ്ങൾ ആർട്ടിഫിഷ്യലി അവരുടെ എക്സ്പോർട്ടിന് ഒരു ഇംപെറ്റസ് വരാൻ വേണ്ടിയിട്ട് വളരെ ഡീവാല്യൂ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളൊരു കണക്ക് അവർ നോക്കിയിട്ടുണ്ട്. അതുകൂടാതെ ആ രാജ്യങ്ങൾ US പ്രോഡക്ട്സിന് എത്രത്തോളം ടാരിഫ് വയ്ക്കുന്നു എന്നുള്ള കണക്കുകളൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ 26%ലേക്ക് അറൈവ് ചെയ്തേക്കുന്നത്. അപ്പൊ 52% എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു, 26% അവരെങ്ങനെ വരുത്തി എന്നുള്ളതും കൂടെ പറഞ്ഞു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരും. ഇൻട്രസ്റ്റിംഗ് എന്നല്ല, ഫേവറബിൾ ആയിട്ട് നമ്മൾ കാണുന്നത് ഫാർമയ്ക്ക് ഇതുവരെ ഫാർമയുടെ ജനറിക്സ് ഇന്ത്യക്ക് വളരെ ഒരു ഇമ്പോർട്ടന്റ് അസോസിയേഷൻ ഉള്ള കൺട്രിയാണ് US എന്ന് പറഞ്ഞ ഫാർമ കമ്പനീസ് ഒരുപാട് ഇൻവോൾവ് ആണ് US ട്രേഡ് ആയിട്ട്. ജനറിക് മെഡിസിന്റെ ഒരു മേജർ മാർക്കറ്റ് എന്ന് പറയുന്നതും US ആണ്. അതെ, തൽക്കാലമായിട്ട് ഫാർമ സെക്ടറിന് ഇതുവരെ ഒരു ടാരിഫ് കൊണ്ടുവന്നില്ല. ബട്ട് വീണ്ടും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, താൽക്കാലികമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ. കാര്യം വെറും ഇപ്പൊ ഏതാണ്ട് ഒരു 5-6 മണിക്കൂറേ നമ്മൾ ടാരിഫിലേക്ക് ആയുള്ളൂ. ഞാൻ ഈ ട്രംപിന്റെ ഇത് നേരിട്ട് ലൈവായിട്ട് കണ്ടതാട്ടോ. അതായത് എന്നിട്ടും നമുക്ക് ഡെസിഫർ ചെയ്യാനായിട്ട് ഒരു ലിമിറ്റഡ് ഇൻഫർമേഷനെ കിട്ടിയുള്ളൂ. കാര്യം ഓരോ കമ്പനികളുടെ ഇന്റർവ്യൂ ഇത് നോക്കുമ്പോഴായിരിക്കാം ഇനിയിപ്പോ ഓരോ ഇൻഫർമേഷൻ നമ്മുടെ ടേബിളിലേക്ക് എങ്ങനെയാണ് ഇത് ഫേസ് ചെയ്യുന്നത്. കാര്യം നമ്മളിത് ഫേസ് ചെയ്യുന്നത് വെറും ഒരു ടാരിഫ് എന്നുള്ള രീതിയിൽ മാത്രം കാണരുത്. ഇത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ടാരിഫ് വരുന്നത് കാരണം അവരുടെ ഓവർ കപ്പാസിറ്റി നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്നലെയും അത് ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ട് വെറുതെ ഇതൊരു 26% ആണ് അല്ലെങ്കിൽ ഇതിന്റെ പോസിറ്റീവ്സ് മാത്രം മാർക്കറ്റിലെ കമന്റേറ്റേഴ്സിന് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമ്മളിവിടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. പോസിറ്റീവ് തന്നെയാണ് നമ്മളും കോൺസെൻട്രേറ്റ് ചെയ്യണം. ബട്ട് അതിനൊരു മറ്റൊരു വശം കൂടെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ വക ഏതായാലും ഇതൊരു 1-2 ദിവസത്തിനുള്ളിലെ ഈ വെള്ളമൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നിൽക്കത്തുള്ളൂ. അതുവരെ നമ്മളൊന്ന് നിൽക്കണം എന്നുള്ള ആശ്വാസകരമായിട്ട് നമുക്ക് മുന്നിൽ പറയാനുള്ളത് ഈ പറയുന്ന പോലെ ഈ ഫാർമയ്ക്ക് ഈ പറഞ്ഞ പോലെ വന്നിട്ടില്ല. അത് മാത്രമല്ല സെമി കണ്ടക്ടർ, കോപ്പർ, ഈ എനർജി, ഈ വക സാധനങ്ങൾക്കൊന്നും താൽക്കാലികമായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഫിയർ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഫിയർ ചെയ്ത് ഓട്ടോമൊബൈൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ വേറൊരു കമ്പനിക്കൊന്നും ഇന്ത്യയിൽ വലിയതായിട്ട് അടി കിട്ടിയിട്ടില്ലെങ്കിലും ജാഗ്വർ ലാൻഡ് റോവർ, അതായത് ടാറ്റ മോട്ടോഴ്സിന്റെ ജാഗ്വർ ലാൻഡ് റോവർ ബീയിങ് എ ബ്രിട്ടീഷ് കമ്പനി, അതൊരു UK ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് അത് ഏതാണ്ട് 25% നല്ലോണം അവർ ജാഗ്വർ ലാൻഡ് റോവർ US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. UK നിന്ന് അത് 25% ആയിട്ടുള്ള ബ്ലാങ്കറ്റ് ടാരിഫ് അത് വന്നത് തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്ട് വന്നു എന്നുള്ള. ഞാൻ ഇമ്പാക്ട് എന്ന് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പറയില്ല. കാര്യം അത്രയ്ക്ക് പറയാനായിട്ടില്ല. വളരെ ഇമ്മച്ചുവർ ആണ്, നമ്മൾ വളരെ ഇൻഫൻസി സ്റ്റേജിലാണ് നമ്മൾ ഈ ടാരിഫിനെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ നമ്മൾ പറഞ്ഞത് ഓട്ടോമൊബൈൽ ആക്സസറീസ് ആണ്. ഈ ഓട്ടോമൊബൈൽ ആക്സസറീസിന് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സംവർധന മദേഴ്സിനും
ഈ സോന BMW ഇവർക്കാണ് ഏറ്റവും കൂടുതൽ US ആയിട്ട് ഇൻവോൾവ്മെൻറ്റ്. ഒരുപാട് ഓട്ടോ സപ്ലയേഴ്സിന് ഉണ്ടെങ്കിൽ പോലും, ഓട്ടോ കമ്പോണൻറ്റ് സപ്ലയേഴ്സിന് ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് രണ്ടുപേർക്കുമാണ് മേജറായിട്ട് ഇത് വരുന്നത്. ബട്ട് ഇതിനകത്ത് അവർക്കൊരു റിലീഫ് കിട്ടിയിട്ടുണ്ടെന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, ഈ US മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ട്. അതിനെ പറയുന്നത് USMCA എന്നാണ്. അതിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള ഓട്ടോ കമ്പോണൻസിന് ടാരിഫ് ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. എനിക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഈ കമ്പനികളുണ്ടല്ലോ, നമ്മളിപ്പോൾ പറയുന്ന സംവർദ്ധന മദേഴ്സണും സോന BMW ഒക്കെ അവർ ഈ ടാരിഫിൻ്റെയൊക്കെ ഇഷ്യൂ വന്നപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അവരൊരു ഡിസ്ക്ലോഷർ കൊടുത്തിരുന്നു. ആ ഇൻഫർമേഷൻ അപ്ഡേറ്റിൽ അവർ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അവരുടെ നല്ലൊരു വിഭാഗം കമ്പോണൻസും അവർ US തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മെക്സിക്കോയിൽ ഫെസിലിറ്റി ഉണ്ട്, മെക്സിക്കോ ഒന്നും കൂടെ മാനുഫാക്ചർ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ US മെക്സിക്കോ എഗ്രിമെന്റ് പ്രകാരം അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിക്കുള്ള ഈ ഇമ്പാക്റ്റുകളും വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഒരു ഫേസ് വാല്യൂവിൽ പറയാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഏതൊക്കെ സെക്ടർക്കാണ് ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് വന്നതെന്ന് വെച്ചാൽ, ടെക്സ്റ്റൈൽസ് ഓഫ് കോഴ്സ്, ഫുട്വെയർ പ്രോഡക്ട്സ്, ഷ്രിംപ് എക്സ്പോർട്സ്, ഈ ചെമ്മീനും സീ ഫുഡും ഒക്കെ ഷ്രിംപ് എക്സ്പോർട്സിന് വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മെഷീനറി എക്യുപ്മെന്റ്സ്, പിന്നെ കേബിൾസ് ആൻഡ് വയേഴ്സ് നല്ല രീതിയിൽ എക്സ്പോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ കെമിക്കൽസിന് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. പിന്നെ ഒരു ആശ്വാസകരമായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട്, അതായത് ഇവിടെ നിന്നുള്ള എക്സ്പോർട്ട് US ഇമ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പേടിച്ചിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു റിലീഫ്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉള്ള എല്ലാ നരേറ്റീവും അങ്ങനെയാണ് വരുന്നത്. അതായത് വിയറ്റ്നാം വളരെ വലിയ എക്സ്പോർട്ടറാണ് ഈ ഇലക്ട്രോണിക് ഗുഡ്സിന്റെ. വിയറ്റ്നാമിൽ നന്നായിട്ട് ഈ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് നടക്കുന്നുമുണ്ട്. ആ വിയറ്റ്നാം വഴി ചൈന കുറെ കാര്യങ്ങൾ, ഇപ്പൊ ചൈനയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് US ഉള്ളതുകൊണ്ട് ചൈന വിയറ്റ്നാം വഴി റൂട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ വിട്ടിരുന്നു. ഇപ്പൊ വിയറ്റ്നാമിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾക്ക് ടാരിഫ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തത് കാരണം ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ വിയറ്റ്നാം വളരെ കോസ്റ്റ്ലി ആയി. അതുകൊണ്ട് ഇന്ത്യക്ക് കുറച്ചുകൂടെ ചീപ്പർ ആയത് കാരണം ഇലക്ട്രോണിക്സ് ഇമ്പോർട്ടിലും വലുതായിട്ട് ഈ പറയുന്ന പോലെ ഒരു ഇമ്പാക്റ്റ് വന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇനിഷ്യൽ റീഡിംഗ് തന്നെയാണ്, നമുക്ക് ഇപ്പോഴും ഇതിനകത്തൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടില്ല. ബട്ട് ഒരു കാര്യം അനില നമുക്ക് പറയേണ്ടിയിരിക്കണം, എന്താണെന്നറിയോ, നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കി. മൈഫിൽ നമ്മൾ എന്നും സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ എന്തെല്ലാം വലിയ ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിൽ പോയിട്ടുണ്ട്. ഇന്നും മാർക്കറ്റ് കയറിയോ ഇല്ലേ എന്നുള്ളതല്ല അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഇതിന് ലോങ്കർ ടേം രീതിയിൽ ഇന്ത്യൻ എക്കണോമിക് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അടുത്ത കാലത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ടാരിഫിനെ കുറിച്ച് ഒരുമാതിരി എല്ലാ ദിവസങ്ങളിലും പറഞ്ഞു. ഈ ദിവസത്തിനെ കുറിച്ചുള്ള റിലവൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇന്നലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏതൊക്കെ സെക്ടറിലായിരിക്കും ഇത് അഫക്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന രീതിയിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ പറഞ്ഞത്, ബട്ട് ഒരു ഇമ്പാക്ട് ഇതിനകത്തുണ്ട്. ഒരു ബിസിനസ് വേൾഡ് ഓർഡർ തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള ഇതിന്റെ ഇമ്പാക്ടിന്റെ ഡെപ്ത് എന്താണെന്നും സീരിയസ്നെസ് എന്താണെന്നും വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സാർ, അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ടാരിഫിൻ്റെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഏഷ്യൻ മേഖലയിലെ കൺട്രീസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കംബോഡിയ എടുക്കൽ സാർ സൂചിപ്പിച്ച 49% ടാരിഫാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ചൈന മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ഇക്കോണമീസ് നല്ല കാര്യമായിട്ട് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേലാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഡെവലപ്ഡ് സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം ഒരു ടാരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല എന്നുള്ളതും കാണാം. ഒരുപക്ഷെ വീണ്ടും ഈ രാജ്യങ്ങളുടെ വളരാനുള്ള ഒരു സാധ്യത കൂടിയല്ലേ അവിടെ മങ്ങലേൽപ്പിക്കുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് കേദാർ പ്രഭു ഒരു ലിസ്റ്റ് തന്നെ അയച്ചിട്ടുണ്ട്. അതായത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നതിന്റെ എന്താണ് ടാരിഫ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്നെയും കൂടെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാര്യം അതിനകത്ത് ഒരുപാട് ഡെവലപ്പിംഗ് നേഷൻസ് ആണ് കൂടുതലുള്ളത്, മോർ ദാൻ ഡെവലപ്ഡ് നേഷൻസ് എന്നുള്ളത്. ബട്ട് ആ ഒരു പാർഷ്യാലിറ്റി അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് മോർ ഓർ ലെസ് അദ്ദേഹത്തിന്റെ ഒരു രീതിയും ഒരു വൈറ്റ് റേസിസം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പല മാർക്കറ്റ് കമന്റേറ്റേഴ്സും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ബട്ട് ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിനകത്തുള്ള ഒരു കാരണം എന്തെന്നറിയോ, നമുക്ക് ഇവിടെ ഇരുന്ന് ആർഗ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമുക്ക് ഡിബേറ്റ് ചെയ്യാന്നല്ലാതെ ഇതൊരു റിയാലിറ്റിയാണ്. ഇത് അദ്ദേഹത്തിനുള്ള എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉപയോഗിച്ച് അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞു. അതിനെ തടുക്കാൻ ആർക്കും പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഹീസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ്, ഹീസ് ദ പ്രസിഡന്റ് ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി. അത് മാത്രമല്ല അവിടെ അമേരിക്കൻ റെജീമിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ രീതിയും അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങൾ എടുക്കാം, എത്രത്തോളം അദ്ദേഹത്തിന് തോന്നുന്നോ ആ രീതിയിൽ അദ്ദേഹത്തിന് പോവാം. എക്സ്ട്രാordinary പവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനകത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഡിബേറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് റീപൊസിഷൻ ചെയ്യുക, ഞാൻ ഈ കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം എന്നറിയോ,
നമ്മൾ ഈ പറയുന്നതിൽ ഇപ്പൊ എന്തൊരു റെട്ടറിക് നമ്മൾ തിരിച്ചു കേട്ടു. ഇപ്പൊ ചൈന പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു റെസല്യൂട്ട് ആയിട്ടുള്ള കൗണ്ടർ മെഷേഴ്സിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അങ്ങനെയാണ് പറഞ്ഞത്, റെസല്യൂട്ട് ആയിട്ടുള്ള കൗണ്ടർ മെഷേഴ്സിലേക്ക് പോകാൻ. ഇത് നിങ്ങൾ റോൾ ബാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ PM പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, എങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊട്ടും ഫ്രണ്ട്ലി അല്ലാത്തതാണ്. ഒരുപാട് ഗ്ലോബൽ ലീഡേഴ്സ് ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കമന്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് കമന്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതാണ് ഇപ്പൊ മനസ്സിലാവാത്തത്. കമന്റ് ചെയ്തിട്ട് ഇതിനകത്ത് യാതൊരു കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലൊരു എക്കണോമി ശരിക്കും പറഞ്ഞാൽ അത് നേരത്തെ ആ പൾസ് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഫർമേഷൻ, ഐ മീൻ ഈ ഒരു ഡിസിഷന് കയറി കൈകടത്താൻ എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമേ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്തു, സംസാരിച്ചു, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. ഡയലോഗുകളും ഡിബേറ്റുകളും മാത്രമേ ഇതിനൊരു അവസാനമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനൽ തുറന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്നുള്ള ഡെലിഗേറ്റ്സ് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോമേഴ്സ് മിനിസ്ട്രി പീയൂഷ് ഗോയൽ എന്ന് പറഞ്ഞ മിനിസ്റ്ററിന്റെ ടീമും എൻഗേജ് ചെയ്തു, സംസാരിച്ചു. നമ്മളൊരു ഇൻഡിക്കേഷൻ അവിടെ കൊടുത്തതിൽ നമ്മൾ പറഞ്ഞത് എന്താ? ഞങ്ങളും തയ്യാറാണ്, കൊല്ലങ്ങളായിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്ന് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഞങ്ങളും തയ്യാറാണെന്നുള്ള മെസ്സേജ് കൊടുത്തു. അത് കൊടുത്തത് കൊണ്ടായിരിക്കണം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് 52% ആണെങ്കിലും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു ബിക്കോസ് പ്രൈം മിനിസ്റ്റർ ഇസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് 26% പറഞ്ഞത്. അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ബട്ട് ഈവൻ ദെൻ അവർക്കൊരു ഫീലിംഗ് ആയി ഇന്ത്യ ഹാസ് ടേക്കൺ ഇറ്റ് സീരിയസ്ലി എന്നുള്ളത്. നമ്മളൊരു വാർ റൂം തുറന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി. നമ്മൾ ബഡ്ജറ്റിൽ തന്നെ നമ്മളൊരു ചെറിയൊരു ബെയ്റ്റ് ഇട്ട് കൊടുത്തു. ഹാർലി ഡേവിസൺ ഉള്ളത് നമ്മൾ കുറച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കി എക്സ്പോർട്ട് ഓറിയന്റഡ് തീം എന്ന് പറഞ്ഞ് ഇനി നമുക്ക് അധികം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, എസ്പെഷ്യലി വിത്ത് ട്രംപ് ഇൻ US. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യണം. ഏതാണ് അടുത്ത സിലിണ്ടർ? കൺസംഷൻ ഫയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻകം ടാക്സിൽ നല്ലൊരു റിബേറ്റ് കൊടുത്തു. അത് മിഡിൽ ക്ലാസിനെയും സാലറി ക്ലാസിനെയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, കൺസംഷൻ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ട്രിഗറായി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മോണിറ്ററി പോളിസി റേറ്റ് കുറച്ചു, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഇനി വരാൻ പോണ April 9 ആണെന്ന് തോന്നുന്നു അല്ലെ അടുത്ത മോണിറ്ററി പോളിസി. അതിൽ ചിലപ്പോൾ വീണ്ടും കുറയ്ക്കുന്ന April 7 അപ്പൊ April 7 താങ്ക്സ് അനില, April 7 വരുന്നത്. അപ്പൊ ഈ നമ്മളൊരു കൺസംഷൻ ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മുടെ എക്കണോമി പ്രിപ്പയർഡ് ആയിരുന്നു. സോ വി ഡിഡ്ന്റ് ആക്ട് ലൈക്ക് എ ക്രൈ ബേബി. നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നില്ല, നമ്മൾ മനസ്സിലാക്കിയിരുന്നു റിയാലിറ്റി ആയിരുന്നു. പ്രോ ആക്റ്റീവ് ആയിട്ട് നമ്മൾ പോയി ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. നമുക്ക് ഗവൺമെന്റ് ഈ രീതിയിൽ നമുക്ക് ഈ കാര്യം ഡീൽ ചെയ്തതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗവൺമെന്റ് മാത്രമല്ല, നമ്മുടെ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, അതിനകത്ത് ഗവൺമെന്റ് ഉണ്ട്, അതിനകത്ത് എന്താ പറയാ കൂടെ നിന്ന് ഒപ്പോസിഷൻ ഉണ്ട്, മറ്റുള്ള പാർട്ടികളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇതിനെ വളരെ മെച്യൂർ ആയിട്ട് ഡീൽ ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ ക്ലാരിറ്റി വരുള്ളൂ. ബട്ട് ഈവൻ ദെൻ നമ്മൾ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ, നിങ്ങൾ എടുത്തതായിട്ട് ഈ മാർക്കറ്റിൽ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പോസിറ്റീവ്സോ നെഗറ്റീവ്സോ അല്ല പറയുന്നത്. ഇതിന്റെ ഇമ്പാക്റ്റുകൾ ഒന്ന് കലങ്ങി തെളിയേണ്ടതായിട്ടിരിക്കുന്നു. ഇതിനൊരു ക്ലാരിറ്റിയും റാഷണാലിറ്റിയും ഒക്കെ വന്ന് മാർക്കറ്റ് എവിടെയും റൺ ചെയ്ത് പോകാൻ പോകുന്നില്ല. അതായത് മാർക്കറ്റ് കയറിയാൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ തീർത്തും പറയുന്നു. ബട്ട് ഈ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് അതിന്റെ ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു വയ്ക്കും. സർ, ഇപ്പം സർ കൺസംഷന്റെ കേസ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു JP Morgan റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്, അതായത് ഈ ഒരു താരിഫ് ഇതുപോലെ തന്നെ മറ്റേ നെഗോഷിയേഷൻസ് ഒന്നും വരാതെ തന്നെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു റിസഷൻ ഉള്ളൊരു സാധ്യത ഇപ്പോൾ ഒരു പറയുന്നുണ്ട്. പല ബ്രോക്കറേജ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ. കാരണം ട്രേഡ് ഇക്വേഷൻസ് മാറുന്നു, കൂടുതൽ റിറ്റാലിയേറ്റ് താരിഫ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഒരു റിസഷനിലേക്ക്. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു വീക്കിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സെൻറ്റിമെൻറ്റ്സ് വളരെ നെഗറ്റീവാണ്. ബിസിനസ് സെൻറ്റിമെൻറ്റ്സ് US-ലടക്കം ഇപ്പോൾ അവരുടെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഒക്കെ വന്നപ്പോൾ വളരെ നെഗറ്റീവായിട്ടായിരുന്നു നിലനിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഇത്തരത്തിൽ വീണ്ടും ഒരു താരിഫ് ഏർപ്പെടുത്തുക, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ വരിക എന്നാൽ റിസഷനിലേക്കാണ് വരുന്നത്. ഇപ്പോൾ 2008 റിസഷൻ വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഈ ഒരു കൺസംപ്ഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ടൊരു പുറത്തേക്കുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ കൺസംപ്ഷൻ ബേസ് നിലനിൽക്കുന്നത്. അത്തരത്തിലേക്കൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു നടപടികളൊക്കെ സർക്കാർ സ്വീകരിക്കുന്നത്. US-ൽ ഇതൊരു ഡബിൾ എഡ്ജ് സ്വേർഡാണ്. അതായത് ഏത് വശം കൊണ്ടാലും നന്നായിട്ട് മുറിയും എന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഇപ്പോൾ US-ലെ കമ്പനി ആണല്ലോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അവരാണല്ലോ US കൺസ്യൂമറിലേക്ക് ഇത് എത്തുന്നത്. രണ്ട് രീതിയിൽ അവർക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. ഒന്ന്, അവർ പറയുകയാണ് ഈ ടാരിഫ് ഒക്കെ ഞങ്ങൾ അബ്സോർബ് ചെയ്തിട്ട് ഇത് ജനങ്ങളിലേക്ക് പാസ് ചെയ്യുന്നില്ല. പാസ് ചെയ്താലല്ലേ ഇൻഫ്ലേഷൻ വരുള്ളൂ. അത് പാസ് ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് കേടായി ആണല്ലോ. കാര്യം വെച്ചാൽ അവർ തട്ടെടുത്തു എന്നുള്ള കാര്യം. ഈ പറയുന്ന ഇപ്പോൾ
ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരു 100 രൂപയ്ക്ക് ഒരു സാധനം അയക്കുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. അത് US ഷോർസിൽ, US പോർട്ടിൽ എത്ര 126 രൂപയായിട്ടാണ് അല്ലേ? ഈ 126 രൂപയുടെ സാധനം 126 മുകളിലേക്ക് സെല്ല് ചെയ്യണമല്ലോ അവിടുത്തെ ഇമ്പോർട്ടേഴ്സ്. അതിന് പകരം 126 പകരം 100 രൂപയ്ക്ക് തന്നെയാണ് അവർ സെല്ല് ചെയ്യണമെങ്കിൽ ആ 26 രൂപയുടെ നഷ്ടം ആരുടെ ബാലൻസ് ഷീറ്റിൽ വന്നു? ഇമ്പോർട്ടേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് റപ്ചേർഡായി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഇപ്പോൾ ഇമ്പോർട്ടേഴ്സ് പറയുകയാണ് ഞങ്ങൾ ഇതിനെ പ്രൈസ് റൈസ് ഉൾക്കൊണ്ട് തന്നെ കൺസ്യൂമറിലേക്ക് പാസ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ 100 രൂപയുടെ സാധനം ഞങ്ങൾ 126 മുകളിലായിരിക്കും ഞങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് പ്രൈസ് റൈസ് വന്നു. അപ്പോൾ രണ്ട് രീതിയിൽ അഫക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടേഴ്സ്, US ഇമ്പോർട്ടേഴ്സ് ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റ് മോശമാവുകയാണെങ്കിൽ അവർ ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഇമ്പാക്റ്റ് ആയി. ഇനി അവരത് അബ്സോർബ് ചെയ്യാതെ അവർ കസ്റ്റമറിലേക്ക് പാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തായി? ഇൻഫ്ലേഷൻ കൂടി, അത് വീണ്ടും ബോണ്ട് ഈൽഡിനെ ഉയർത്തി നിർത്താം, ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡ് റിസർവ് കുറയ്ക്കാതിരിക്കാം. അങ്ങനെയാണെങ്കിലും മാർക്കറ്റിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നായി. ബട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് വ്യക്തിപരമാണ്, നമുക്കിപ്പോഴും അതിനകത്തുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും US എക്കണോമിയിൽ, ഗ്ലോബൽ ട്രേഡിലുണ്ടാക്കും, ഗ്ലോബൽ എക്കണോമിക്സിലുണ്ടാക്കും, മറ്റുള്ള രാജ്യങ്ങളുടെ എക്കണോമിയിലും ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമെങ്കിലും ഐ ഡോണ്ട് തിങ്ക് US വിൽ ഗോ ഇൻ ടു എ റിസഷൻ. എനിക്ക് US റിസഷനിലേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു നാഷണലിസം പ്ലസ് ഒരു ക്ലവർ ഷൂട്ട് സ്ട്രാറ്റജി ആൻഡ് നെഗോസിയേഷൻ ടേബിളും കൂടെ ഒരു ഓപ്പൺ ചെയ്ത ഒരു മൂവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ US റിസഷൻ പോകുമെന്ന് വിചാരിക്കുന്നില്ല. അത് മാത്രമല്ല, മാർക്കറ്റ് ഫാക്ടറിങ് ചെയ്തത് 2 റേറ്റ് കട്ട് മിക്കവാറും ജെറോം പവലിൻ്റെ ഭാഗത്തുനിന്ന് ഫെഡിൻ്റെ ഭാഗത്തുനിന്ന് വരും എന്നാണ്. ഇനിയിപ്പോൾ അത് നടക്കില്ല, ഇൻഫ്ലേഷൻ ഉയർന്നാലെന്നുള്ളതാണ്. എൻ്റെ മനസ്സ് പറയുന്നത് US റിസഷനിലും പോകുന്നില്ല. റേറ്റ് കട്ട് 2 നടക്കുമെന്ന് എനിക്കറിയില്ല, ഒരു റേറ്റ് കട്ടെങ്കിലും ഈ കൊല്ലം നടക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയാം. കാര്യം ഇവിടെ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലെ ലിവർ മാത്രമേ അയാൾ പുഷ് ചെയ്തിട്ടുള്ളൂ, മറ്റേ സൈഡിലെ ലിവറിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. കാര്യം അദ്ദേഹം പറയുന്നുണ്ട് വി വോണ്ട് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ചെയ്യണമെങ്കിൽ അമേരിക്ക കനോട്ട് വിത്ത്സ്റ്റാൻഡ്, പ്രത്യേകിച്ച് ഒരു കൺസംപ്ഷൻ ബേസ്ഡ് എക്കണോമി ആയിട്ടുള്ള ഒരുപാട് രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന് ഒരു റെസഷനിലേക്ക് കൂടെ ഒന്നും പോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷനിൽ കൂടെ ഈ സമയത്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് താങ്ങാൻ പറ്റില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും ഫെഡ് റിസർവിനും കൂടെ പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഹയർ ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് റിസഷനിലേക്കും പോകില്ല. മിക്കവാറും ഫെഡ് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഡേറ്റും പറയുന്നില്ല, എനിക്ക് തോന്നുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും തന്നെയാണ്. അതായത് ഫാർമേനെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന, വലിയ തോതിൽ ബെനിഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇൻഡെക്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും നിഖിലിൻ്റെ അപ്ഡേറ്റിൽ നിന്ന് തന്നെ മറ്റെല്ലാ സെക്ടേഴ്സും ഇടിവിലേക്ക് പോയപ്പോഴും നിഫ്റ്റിക്ക് ഒരു ഡിഫൻസീവ് മോഡ് കൊടുത്തിരിക്കുന്നത് ഫാർമയാണ്. ഒരു 3% അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഫാർമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഗ്ലാൻഡ് ഫാർമയൊക്കെ അവരുടെ ഒരു കൺസോളിഡേറ്റ് റവന്യൂയുടെ 50% US നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫാർമയുടെ ഈ ഒരു മാറ്റി നിർത്തലിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? പ്രത്യേകിച്ചും ഒരു അവസരമാക്കി കണക്കാക്കേണ്ടതുണ്ടോ? അനില, ഐഡിയലി നമുക്ക് ഇപ്പോൾ ഫാർമയിൽ വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെൽ തോട്ട് ഔട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട. കാര്യം വെച്ചാൽ എവിടെയോ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കി ജനറിക്സ് മാനുഫാക്ചറിങ്ങിന് അല്ലെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിന് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഇന്ത്യൻ മാത്രമായിരിക്കില്ല, ഇപ്പോൾ വേറെ പല രാജ്യങ്ങളും ഒക്കെ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിന് ഉൾപ്പെട്ട് കാണുമല്ലോ അമേരിക്കൻ എക്കണോമിയിൽ. ഇത് നമുക്ക് ഏതായാലും US-ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം നമുക്ക് വേണ്ടി വരും എന്ന് മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ബട്ട് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഒരു പുൾ ബാക്ക് പോരാ. അതായത് ഇതൊന്നും അല്ല രീതിയിൽ പുൾ ബാക്ക് വരേണ്ടത്. കാര്യം ആ സെക്ടറിൽ തന്നെ ഒരു ടെയിൽ വിൻഡ് തിരിഞ്ഞു വരണം. കാര്യം വെച്ചാൽ ഇനി അങ്ങോട്ട് ഭയങ്കര ക്ലാസ് ആയിട്ട് ഇത് മുന്നോട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഉറ്റുനോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിപ്ലയുടെയൊക്കെ മൂവ്മെൻ്റ് ആണ്. ഓഫ് കോഴ്സ് ഒരുപാട് കമ്പനികൾ അതിനകത്ത് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ റിസർച്ച് ഡെസ്ക് ചെയ്യുന്നതിന് കേദാർ പ്രഭു അതിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അരബിന്ദോ, എനിക്ക് തോന്നുന്നു കേദാർ എന്നെ ഇൻഫോം ചെയ്തിരിക്കണം 48% അവർക്ക് അമേരിക്കൻ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളതാണ്. അല്ലാണ്ട് സൈഡസ് 47%, ഏതാണ്ട് ഡോക്ടർ റെഡ്ഡീസ് 46%. ഇങ്ങനത്തെ രീതിയിലൊക്കെ പല കമ്പനിക്കും ഇമ്പണ്ട്. ഞാൻ സിപ്ലെ ഉറ്റുനോക്കുന്ന കാര്യം എന്നറിയോ, സിപ്ലയുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു കഴിഞ്ഞ ആഴ്ച സിഇഒൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ സിഇഒ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അധികം ഇമ്പാക്റ്റ് ആവുന്ന. കാര്യം US-ന് ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. ടീന ഫാക്ടർ എന്ന് പറയും, TINA, there is no alternative. US-നും മറ്റുള്ള രാജ്യങ്ങൾ എസ്പെഷ്യലി എ കൺട്രി ലൈക്ക് ഇന്ത്യയെ ആശ്രയിച്ച് മാത്രമേ ജനറിക്സിന്റെ ഈ പ്രൊഡക്ഷനിലും മാനുഫാക്ചറിംഗിലും ലോ കോസ്റ്റും ആൻഡ് ട്രസ്റ്റഡ് പാർട്ണറും കൂടെ ആണെന്ന്. ട്രസ്റ്റഡ് പാർട്ണറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള. ബട്ട്
എന്നിട്ടും സിപ്ല ഒരു കാര്യം പറഞ്ഞു കേട്ടോ, സിപ്ല മെൻഷൻ ചെയ്തൊരു കാര്യം വെച്ചാൽ ഇത് കൂടാതെ ഇൻ കേസ് അങ്ങനെ ഒരു ടാരിഫ് വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ US മാനുഫാക്ചറിങ് റെഡിയാണ് ഇതിനെ ഡീൽ ചെയ്യാൻ. അതായത് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് കൂടുന്നത് അത് US തന്നെ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇവിടെ റെഡിയാണ്, ഫാക്ടറീസ് റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സിപ്ല ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിച്ച് ഒരു 7 to 8% കയറുകയോ അല്ലെങ്കിൽ അത്രമാത്രം വോളിയം ബിൽഡപ്പ് ഒക്കെ ഇനി വരുമോ എന്നറിയില്ല. നമ്മളിപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ആണ്, കണ്ട കോളിന് അത് വന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഇനി ഇതിന് അങ്ങോട്ട് ഇനി ടാരിഫ് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. താൽക്കാലികമായിട്ട് വന്നിട്ടില്ല. ഇനി ട്രംപ് വീണ്ടും ഒരു വാക്കും കൂടെ ചേർത്തു, ഞാൻ ഇതിന്റെ പ്രോഗ്രസ് ഞാൻ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയാണ്. ഏതെങ്കിലും രാജ്യങ്ങൾ റിട്ടാലിറ്ററി ടാരിഫായിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ US മാനുഫാക്ചറിങ് ഇതിനേക്കാളും താഴോട്ട് പോവുകയാണെങ്കിലോ നെസസറി ആയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ തയ്യാറാണെന്ന്. ആ അൺസർട്ടനിറ്റി ഇങ്ങനെ തലയിൽ ഒരു വാള് പോലെ നിൽക്കുന്നത് കാരണം ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം അതിനകത്ത് വന്നിട്ടില്ല. ബട്ട് ഈവൻ ദെൻ ആസ് ഓഫ് നൗ, ആസ് വി സ്പീക്ക്, ആസ് വി സ്റ്റാൻഡ്, നമുക്ക് പറയാം ഫാർമ ഈസ് വെൽ ഇൻസുലേറ്റഡ് എന്ന് പറയാം. ബട്ട് വി ഡു നോട്ട് നോ ഫോർ ഹൗ ലോങ്. ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി വളരെ അത്യാവശ്യമായിട്ട് അറിയേണ്ടതുണ്ട്. ടെക്നിക്കൽ സൈഡുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും ആനന്ദാണ്. ഗുഡ് മോർണിംഗ് ആനന്ദ്. ഗുഡ് മോർണിംഗ് അല്ലോ ആനന്ദ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സിലേക്ക് പരിശോധിക്കും. തീർച്ചയായിട്ടും ആ ഒരു കാര്യമായിട്ട് ഒരു പക്ഷേ പ്രതീക്ഷിച്ച തരത്തിലൊരു ഡിവിലേക്ക് പോകുക ഗ്യാപ് ഡൗൺ ആയിരുന്നു എങ്കിൽ പോലും അവിടെ നിന്നൊരു പരിധി വരെ റിക്കവർ ആകാനായിട്ട് മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പരിശോധിക്കുമ്പോൾ ആനന്ദിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? അല്ല, നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം ഒരു അറൗണ്ട് 182 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ആണ് നിഫ്റ്റി മോർണിംഗിൽ നമുക്ക് പ്രീ മാർക്കറ്റിൽ നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വളരെ നല്ല സ്ട്രോങ് റിക്കവറി എന്ന് പറയില്ല, ഒരു മൈൽഡ് റിക്കവറി നമുക്ക് നിലവിൽ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിഫ്റ്റിയുടെ ഒരു അധികം ടെക്നിക്കൽ സൈഡ് നമുക്ക് ന്യൂസ് ബേസ് മൂവ്മെൻറ്റ്സ് ആണ്. സോ അധികം ടെക്നിക്കൽ സൈഡിലേക്ക് നമുക്ക് ഒരു വളരെ ലോ പ്രൊബബിൾ കേസസ് മാത്രമേ കാണത്തുള്ളൂ. സോ ആസ് ലോങ് ആസ് നിഫ്റ്റി ഒരു 23,131 ആ ഒരു ലെവലിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം നമുക്കൊരു ബുള്ളിഷ് അണ്ടർടോൺ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഏകദേശം 86.2% മാർക്കറ്റ് മൂവ് ചെയ്തു. സോ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങൾ നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് നോക്കിക്കാണേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഉള്ളതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 23,131 ആണ്. അതിന് ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രീവിയസ് റാലിയുടെ ഒരു 50% ലെവലാണ് 131 എന്ന് പറയുന്ന ലെവൽ. സോ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വളരെ നല്ല ഡ്രാസ്റ്റിക് ഫോൾ നമുക്ക് മാർക്കറ്റിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഒരു അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കണമെങ്കിൽ മാർക്കറ്റ് നിലവിൽ 23,339 എന്ന് പറയുന്ന ലെവലിൽ കട്ട് ചെയ്ത് ഒരു സ്ട്രോങ് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ആ ഒരു ബുള്ളിഷ് അണ്ടർടോണിലേക്കുള്ള ഷിഫ്റ്റ് നമുക്ക് നടത്തുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് 23,797, 23,814 ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിലേക്ക് നിഫ്റ്റിയുടെ ആ ഒരു ബെയറിഷ് എന്ന് പറയില്ല ഒരു കറക്ഷൻ ഫേസിൽ നിന്ന് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോയി നമുക്ക് നിഫ്റ്റിനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല അതിനോടൊപ്പം തന്നെ ഫാർമയിൽ കൂടി വരികയാണ്. കാരണം ഇന്നിപ്പോൾ ഫാർമയാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. മാത്രമല്ല മറ്റെല്ലാ സെക്ടേഴ്സിലും ഒരു ഇടിവിൽ ആരംഭിച്ചപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിക്കൊണ്ടൊരു മികച്ച മുന്നേറ്റം നടത്താനായിട്ട് ഫാർമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഫാർമയിലെ ഒരു ടെക്നിക്കൽ സൈഡ് എന്താണ്? ഫാർമയിലെ ഒരു ഓവറോൾ സെക്ടർ, ഞാൻ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലേക്ക് കിടക്കുന്നില്ല, ഫാർമയിലെ ഒരു ഓവറോൾ സെക്ടറൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഫാർമയിൽ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ അത് സസ്റ്റെയിൻ ആകുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഒരു മേജർ റെസിസ്റ്റൻസിൽ നിന്നാണ് നിലവിൽ ഫാർമ സെക്ടറിൽ ഒരു സെൽ ഓഫ് നടന്നേക്കുന്നത്. അതും സെൽ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗ്യാപ്പ് അപ്പ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറിൽ ഏകദേശം ഒരു 2 അറൗണ്ട് ഒരു 3% ഗ്യാപ്പ് ഫാർമ സെക്ടറിൽ നടന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്ത് സിംഗിൾ ഡേ തന്നെ ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്ത് ഏകദേശം 4.93% ഒരു സിംഗിൾ ഡേ റാലി നമുക്ക് ഫാർമയിൽ ഫസ്റ്റ് അവേഴ്സിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 2.70% ഒരു അപ്സൈഡിലാണ് നിലവിൽ ഫാർമ നിൽക്കുന്നത്. ആൻഡ് ആ ഒരു സെൽ ഓഫ് നമുക്ക് ഫാർമയിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഫാർമ ഇന്നൊരു സ്ട്രോങ് ക്ലോസ് 21,800 എന്ന് പറയുന്ന ലെവലിൽ മുകളിലൊരു വളരെ നല്ല സ്ട്രോങ് ക്ലോസിംഗ് തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫാർമ സെക്ടറിൽ ഒരു ഓവറോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമുക്ക് ഫാർമയിൽ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം സിപ്ലയിലുള്ള ആനന്ദിൻ്റെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ സിപ്ലയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഓഹരികൾ ഒരു 2.5% ഒരു അപ്സൈഡ് 2.5% ഒരു മുന്നേറ്റത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സിപ്ലയുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? നമ്മൾ സിപ്ല നോക്കുകയാണെങ്കിൽ സിപ്ല ഏകദേശം ഒരു
അറൗണ്ട് ഒരു ജനുവരി ടു ഡിസംബർ ലാസ്റ്റ് ഇയർ ജനുവരി ടു ഡിസംബറിൽ സിപ്പിൾ ഏകദേശം ഒരു റേഞ്ചാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 1300 തൊട്ട് ഒരു 1600 ആ ഒരു റേഞ്ചിലാണ് നിലവിൽ സിപ്പിള ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സിപ്പിളയുടെ ഒരു വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു എന്ത് പറയുന്ന ഒരു അഗ്രസീവ് മൂവ്മെൻ്റ് ആണ് വീക്ക്. അത് അപ്സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് വീക്ക്ലി ബേസിൽ ഓൺ ആൻ ആവറേജ് 3%, ഡൗൺ സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 3.2% ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് സിപ്ലേ കാണാൻ സാധിക്കും. അതായത് ഒരു വീക്ക് പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നെഗറ്റീവ് ആണ് സിപ്ലയിൽ. സോ അങ്ങനത്തെ ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രസീവ് ഒരു സൈഡ് ബേ ഒരു ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് ബെറിഷ് ആണെങ്കിൽ പക്ഷേ ആ രീതിയിലുള്ള അഗ്രസീവ് മൂവ്മെൻറ്റാണ് നമുക്ക് സിപ്ലയിൽ ഒരു വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിലവിൽ സിപ്ലയുടെ ഒരു അണ്ടർടോൺ നോക്കുകയാണെങ്കിൽ സിപ്പിൾ നിലവിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ്, ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിലാണ് നിലവിൽ സിപ്പിൾ ഉള്ളത്. ആൻഡ് സിപ്പിളുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏറ്റവും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 1437 1442. ആ ഒരു 5 രൂപീസിൻ്റെ റേഞ്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോവർ ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 1315 1365, ആ ഒരു 15 പോയിൻറ്റ്സിൻ്റെ റേഞ്ച്. ആൻഡ് അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നിലവിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 1536 അതുപോലെ 1550, ആ ഒരു 14 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് സിപ്ലയിൽ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിലവിൽ 2.4 to 4.8% ആണ്. പക്ഷേ ഫാർമ സെക്ടറിൽ നടന്ന ആ ഒരു സെയിം കൈൻഡ് ഓഫ് സെൽ ഓഫ് നമുക്ക് നിലവിൽ സിപ്ലയിലും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആസ് ലോങ് ആസ് സിപ്ല ഒരു 1534 ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് തരികയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ചേഞ്ച് നമുക്ക് സിപ്ലയിൽ എക്സ്പെക്ട് ചെയ്യാം. സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സർ, നമ്മളിപ്പം ഫാർമ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ ഏറ്റവും അധികം അദ്ദേഹം വളരെയധികം ഒരു പരാമർശിച്ചത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. 100% താരിഫ് ഏർപ്പെടുത്തുന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഒരു പരിധി വരെ ശരിയുമാണ്. കാരണം ഫാർമേഴ്സിനെ ഇന്നലെയൊക്കെ നമ്മൾ ഒരു പൊളിറ്റിക്കലും വളരെ സെൻറ്റിമെൻ്റലായിട്ടൊരു ഇഷ്യൂ കൂടിയാണ്, വളരെയധികം ഒരു പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണത്. ഫാർമ മേഖലയും അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെ ഇത് എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക? അതിനോടൊപ്പം തന്നെ ഏതൊക്കെ കമ്പനികളായിരിക്കും പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക? അനില, ഇപ്പോൾ ഭാഗ്യവശാൽ തീർച്ചയായിട്ടും ഒരു പ്രോഡക്റ്റോ സെക്ടർ ബേസ് ചെയ്തിട്ടോ സർവീസോ ബേസ് ചെയ്തിട്ട് US ഒരു ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പകരം കൺട്രി എന്നുള്ള രീതിയിലും വെയ്റ്റഡ് ആവറേജ് മെത്തേഡും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3-4 കാര്യങ്ങളും പാരാമീറ്റേഴ്സും കണക്കിലെടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് അവർ അഗ്രികൾച്ചറിൽ കൂടുതൽ പുഷ് ചെയ്തിട്ടില്ല. ബട്ട് ഇവിടെയൊക്കെ ഇതൊക്കെ ഒരു സർവ്വസാധാരണമായിട്ട് ഒരു നമ്മൾ പറയില്ലേ ഒരു ഗ്ലോബൽ ട്രേഡിൽ അല്ലെങ്കിൽ കൺട്രി ടു കൺട്രി ട്രേഡിൽ ഇങ്ങനത്തെയൊക്കെ കൺസേൺ വരുന്നത് വളരെ സർവ്വസാധാരണമാണ്. ട്രംപ് അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുകയും ചെയ്തു. അതായത് അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് നിങ്ങൾ ഒരുപാടാണ് ടാരിഫ് ചാർജ് ചെയ്യുന്നത്, നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആണെന്നുള്ളത്. ബട്ട് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഇനിയിപ്പോൾ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രി മാത്രമല്ല, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഫിനാൻസ് മിനിസ്ട്രിയും ഒക്കെ കൂടെ ചേർന്ന് നമ്മൾ തീർച്ചയായിട്ടും വി വിൽ പുട്ട് ഫോർത്ത് an argument to the US that ഞങ്ങൾക്ക് അതിൽ പരിമിതികളുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. വി വിൽ റീനോഗേഷിയേറ്റ് അവർ ട്രേഡ് ഡീൽ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നില്ല അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് കോംപ്രമൈസ് ചെയ്യും. കാര്യം അത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ ടർമോയിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അതിലേക്ക് പോവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ബട്ട് ഈവൻ ദെൻ ഇനിയുള്ള BTA എഗ്രിമെൻറ്റ്സ് സംസാരങ്ങൾ ഇനി വരുന്നേ ഉള്ളൂ. എങ്ങനെയാണ് അത് ഉരുത്തിരിയുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ റിലാക്സേഷൻ, ബട്ട് മെയിൻ ലൈൻ അഗ്രികൾച്ചറിനെയും ഫാമിങ്ങിനെയും തട്ടുന്ന രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ബട്ട് എനിക്ക് ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് 2-3 കാര്യങ്ങൾ അറിയാം. നമ്മൾ ലേറ്റർ പാർട്ട് ഓഫ് ദ ഡേ, അതായത് നമ്മുടെ ഈ ഡിസ്കഷൻ നമ്മൾ ലേറ്റർ പാർട്ട് ഓഫ് ദ ഡേ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ തീർച്ചയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഫാർമയ്ക്ക് ഒരു റിലീഫ് കിട്ടി, ഒരു റിലീഫ് റാലി കാണുന്നു. IT സ്ട്രക്ചറലി ഒരു ഡൗൺ ടേണിലാണ്. ഇനിയും ജനങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വേണമല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ. എവിടെയായിരിക്കാം ഒരു സിൽവർ ലൈനിങ് കാണണ്ട, അല്ലെങ്കിൽ വേർ ഈസ് ദ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയി വന്നു. ദർ ആർ സം സെക്ടേഴ്സ് ആൻഡ് ഫ്യൂ സ്റ്റോക്സ് വിച്ച് ഹാവ് എസ്കേപ്ഡ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് ടാരിഫ്സ് ആൻഡ് ഇമ്പോസിഷൻസ്. അതിലൊന്ന് നമുക്ക് ആനന്ദിൻ്റെ അറിയുന്ന ഒന്ന് എയർലൈൻ ഏവിയേഷൻ സെക്ടറാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്റർഗ്ലോബ് ഏവിയേഷനാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക്. അതൊന്ന്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട 2-3 സബ് സെക്ടേഴ്സ് ട്രാവൽ ആൻഡ് ടൂറിസം. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ഹോട്ടൽസ്? അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ മാർക്കറ്റ് ലീഡേഴ്സ് മാത്രം നോക്കി പോയാൽ മതി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ നമ്മുടെ ഏവിയേഷൻ സെക്ടറിൽ നിന്നും
ഇന്ത്യൻ ഹോട്ടൽസ്, അതായത് താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ഇത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ നിന്നും അപ്പോളോ ഹോസ്പിറ്റൽസും ഇൻസുലേറ്റഡ് ആണല്ലോ ഈ പറയുന്ന പോലെ. ഇനിയിപ്പോൾ വേണമെങ്കിൽ അമേരിക്കയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ 2-3 കാര്യങ്ങൾ ചെയ്തേക്കാം. ഒന്ന്, എനർജി ഇമ്പോർട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തേക്കാം, കൂടുതൽ ഡിഫൻസ് മെറ്റീരിയൽസ് മേടിച്ചേക്കാം, പിന്നെ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൂടുതലായിട്ട് മേടിച്ചേക്കാം. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന ഒരു സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഹോസ്പിറ്റൽ സെക്ടറിന് കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയിട്ട് അവർക്ക് റോ മെറ്റീരിയൽ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റൽ സെക്ടറിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ, ഏവിയേഷനിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി സ്റ്റോക്സ്, ഹോട്ടൽ സ്റ്റോക്സിൽ ഏതാണ്ട് ഇന്ത്യൻ ഹോട്ടൽസ്, പിന്നെ ഗോൾഡ് ലോൺ കമ്പനിയായ മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറവും. ഇതും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഇന്നലെ ചോദിച്ചാണ് ഭാരതി എയർടെൽ ടെലികമ്മ്യൂണിക്കേഷനും ഇത് വലിയ എഫക്റ്റ് വരാൻ പോകുള്ള, പവർ കമ്പനീസിനും എഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല, ഓയിൽ ആൻഡ് ഗ്യാസിനും എഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ചൊരു എന്താ പറയുക, എന്താണ് ട്രേഡ് സെറ്റപ്പ് എന്ന് ആനന്ദെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൊള്ളായിരിക്കും. ആനന്ദിലേക്ക് തിരിച്ചു വരികയാണ്. ആനന്ദ്, ആദ്യം തന്നെ നമുക്ക് ഏവിയേഷൻ സെക്ടറിൽ ഇൻഡിഗോയിലേക്ക് തന്നെ പോകാം. ഇൻഡിഗോയിലേക്ക് നിലവിൽ ഒരു 0.5% മുകളിൽ ഇടിവിലേക്കാണ് ഓഹരികൾ ഇപ്പോൾ പോയിരിക്കുന്നത്. ഇൻഡിഗോയെ സംബന്ധിച്ചിട്ടുള്ളൊരു ടെക്നിക്കൽ സ്റ്റാൻഡ് എന്താണ്? ഇൻഡിഗോയുടെ ടെക്നിക്കൽ സ്ട്രക്ചർ വളരെ ക്ലീൻ ആണ്, വളരെ വളരെ നല്ലൊരു സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം ഒരു വീക്ക്ലി ഒരു വോളിയം കോൺട്രാക്ഷൻ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഇൻഡിഗോ ഏവിയേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് നിൽക്കുന്ന നിലവിൽ ഓൾ ടൈം ഹൈയുടെ ഏകദേശം ഒരു 3-5% വരില്ല, ഏകദേശം ഒരു 3% താഴെയാണ് നിലവിൽ ആ ഒരു ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു പ്രീ റാലി നമുക്ക് ഇൻഡിഗോ ലാസ്റ്റ് ഒരു 4-5 വീക്സ് ആയിട്ട് നമുക്ക് ഇൻഡിഗോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നോക്കുകയാണെങ്കിൽ ഫ്രം ഫെബ്രുവരി തൊട്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ മാർച്ച് വരെ ആ ഒരു 1 മന്ത് ഗ്യാപ്പിൽ 25% മൂവ്മെന്റ് ഇൻഡിഗോ തന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോയുടെ സ്ട്രക്ചർ വളരെ ക്ലീൻ ആണ്, നല്ല രീതിക്കുള്ള ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ബുള്ളിഷ് അണ്ടർടോൺ നമുക്ക് ഇൻഡിഗോയിൽ കാണാനും സാധിക്കുന്നുണ്ട്. സോ നിലവിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് ഇൻഡിഗോയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 4,952 4,967, ഏകദേശം ആ ഒരു 14 പോയിന്റ്സ് 15 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ് നമുക്ക് നിലവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 5,155 189, ഏകദേശം ആ ഒരു 30 ഐ തിങ്ക് അറൗണ്ട് ഒരു 30-35 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ് നമുക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇൻഡിഗോയിൽ കാണാൻ സാധിക്കുന്നത്. സോ അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് സൈക്കോളജിക്കൽ ലെവൽസിലേക്കാണ് പോകേണ്ടത്. ലൈക്ക് 5,200 5,300 5,400 ആ രീതിക്കുള്ള സൈക്കോളജിക്കൽ ലെവൽസ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇൻഡിഗോ ഏവിയേഷനിൽ കണക്കാക്കാൻ സാധിക്കും. സോ ഡൗൺസൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് 4,950 ആ ഒരു റേഞ്ചാണ്. ആൻഡ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് 4,565 അതുപോലെ 4,596, ഏകദേശം ഒരു 30 പോയിന്റ്സിൻ്റെ ഒരു മൈനർ റേഞ്ചാണ് നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് ഇൻഡിഗോയിൽ കാണാൻ സാധിക്കും. സോ സ്ട്രക്ചർ വളരെ ക്ലീൻ ആണ് ആൻഡ് ഓൾ ടൈം ഹൈയുടെ വളരെ താഴെയാണ് നിൽക്കുന്നത് ആൻഡ് വോളിയം കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇൻഡിഗോ ഏവിയേഷൻ ഒരു സ്ട്രക്ചറിൽ ഒരു ബുള്ളിഷ് അണ്ടർടോണിൽ തന്നെയാണ് നിലവിൽ. അടുത്തതായിട്ട് ഇന്ത്യൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെക്നിക്കൽ പോയിന്റ് ആണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ഓഹരികൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നതെന്ന് കാണാം. ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഹോട്ടൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാർച്ച് 18 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ് മാർച്ച് 18 നമുക്ക് ഇന്ത്യൻ ഹോട്ടൽസിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു റാലിയുടെ ഏകദേശം എബവ് 50%, അതായത് ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം മാർച്ച് 5 തൊട്ട് ഒരു മാർച്ച് 25 വരെ ആ ഒരു 15-20 ഡേയ്സ് ട്രേഡിംഗ് ഡേയ്സ് കാണും. ഏകദേശം 21% മൂവ്മെൻറ്റ് ഇന്ത്യൻ ഹോട്ടൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു റാലിയിൽ ഒരു എബവ് 50% മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് ആ ഒരു മൈനർ സെൽ ഓഫ് വന്നേക്കുന്നത്. ആൻഡ് നിലവിൽ ലാസ്റ്റ് 3 ഡേയ്സ് ആയിട്ട് ഇന്ത്യൻ ഹോട്ടൽസ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ആൻഡ് നിലവിൽ ആ ഒരു 5.49% മൂവ്മെൻ്റ് ആണ് ലാസ്റ്റ് 2 ഡേയ്സ് കൊണ്ട് ഇന്ത്യൻ ഹോട്ടൽസ് തന്നിട്ടുള്ളത്. ആൻഡ് നിലവിൽ ഇന്ന് ഏകദേശം 0.67% ഇടി, ഒരു മൈനർ കറക്ഷൻ തന്നെ, ഒരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ്. സോ സ്ട്രക്ചർ വളരെ ക്ലീൻ ആണ്. ആൻഡ് നിലവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 833 ആണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ 849 ആണ്. സോ സപ്പോർട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 782 to 783 ആ ഒരു ലെവലിലേക്ക് നമുക്കൊരു മൈനർ സപ്പോർട്ട് നമുക്ക് ഇന്ത്യൻ ഹോട്ടൽസിൽ എക്സ്പെക്ട് ചെയ്യാം.
യെസ്. അതിനകത്ത് അടുത്തതായിട്ട് അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ടാണ് ചോദിക്കുന്നത്. കാരണം അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് വളരെ ഒരു പൊള്ളിഷ് മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലൊരു ഫ്ലാറ്റിഷ് ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആനന്ദിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അപ്പോളോ ഹോസ്പിറ്റൽസിന് ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നിലവിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണിലാണ് നിലവിൽ അപ്പോളോ ഹോസ്പിറ്റൽസ് നിൽക്കുന്നത്. 6669 6728 ഏകദേശം ഒരു വളരെ ഒരു ഹ്യൂജ് റേഞ്ച് തന്നെയാണ്. സോ ആ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നിലവിൽ നിൽക്കുന്നത് ഒരു ബെയറിഷ് സ്ട്രക്ചർ തന്നെയാണ് നിലവിലും അപ്പോളോ ഹോസ്പിറ്റൽസ് നിൽക്കുന്നത്. ബട്ട് ആ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അപ്സൈഡിലേക്ക് എന്താണ് വളരെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രക്ചർ ചെയ്ത് നടന്നു നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ അണ്ടർടോണിലാണ് നിലവിൽ അപ്പോളോ ഹോസ്പിറ്റൽസ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സോൺ, അതായത് നിലവിൽ നിൽക്കുന്ന ആ ഒരു സോൺ 6669 6728 ആ ഒരു സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 7010 എന്ന് പറയുന്ന ലെവലാണ്. ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ലെവൽ നമ്മൾ 7475 ആൻഡ് 7541 ഏകദേശം ഒരു 50-55 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് അപ്പോളോ ഹോസ്പിറ്റൽസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഭാരതി എയർടെൽ ടെലികോം സെഗ്മെന്റിലെ ഭീമനായിട്ടുള്ള ഭാരതി എയർടെല്ലിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്താണ് പറയുന്നത്? ഒപ്പം തന്നെ ഓഹരികളുടെ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും 0.5% മുകളിൽ ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. അല്ല, ഭാരതി എയർടെൽ നോക്കുകയാണെങ്കിൽ ഒരു വീക്ക്ലി ചാർട്ട് ലാസ്റ്റ് ഒരു 4-5 വീക്സ് ആയിട്ട് ഭാരതി എയർടെൽ കാണാൻ സാധിക്കുന്ന ഒരു വീക്കിൻ്റെ ഫസ്റ്റ് ഹാഫ് ബുള്ളിഷും സെക്കൻഡ് ഹാഫ് ബെയറിഷും ആയിട്ടാണ് നമുക്ക് പൊതുവേ ഒരു വീക്ക്ലി അനാലിസിസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിലവിൽ ഏകദേശം ഓൾ ടൈം ഹൈയുടെ അപ്രോച്ചിങ് ആണ് ഭാരതി എയർടെൽ. ആൻഡ് നോക്കുകയാണെങ്കിൽ വളരെ ഹ്യൂജ് സ്വിങ്സ് ആണ് ഭാരതി എയർടെൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് റേഞ്ചസ്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ March 20th ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പെർസെൻറ്റേജ് വൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അത് മൂവ് ചെയ്തേക്കുന്നത് 5.18% സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ന്യൂട്രൽ അണ്ടർടോണിലാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മളെ ട്യൂസ്ഡേ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു റേഞ്ച് ഭാരതി എയർടെൽ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 3.27% റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസം ഏകദേശം 0.5% ഒരു ഇടിവിലാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഭയങ്കര ഹ്യൂജ് സ്വിങ്സ് ആണ് ഭാരതി എയർടെൽ നിലവിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾ ടൈം ഹൈയിലേക്ക് അപ്രോച്ചിങ് ആണ്. അതായത് ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് അപ്രോച്ചിങ് ആണ്, പക്ഷേ ഹ്യൂജ് സ്വിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വീക്ക്നെസ്സോട് കൂടിയാണ് നിലവിൽ ഓൾ ടൈം ഹൈയിലേക്ക് ഭാരതി എയർടെൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഓൾ ടൈം ഹൈ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 1777 എന്ന് പറയുന്ന ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് കണക്കാക്കുകയാണെങ്കിൽ 1706 എന്ന് പറയുന്ന ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. ആൻഡ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 1660 rupees ആണ്. സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സർ, ഈ ഒരു സെക്ടേഴ്സ് അല്ലാതെ മറ്റ് ഏതെങ്കിലും സെക്ടേഴ്സ് താങ്കൾ ഒരു ഫോക്കസിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, ഈ സെക്ടേഴ്സിനെക്കാളും നമുക്കിപ്പോൾ പല രീതിയിലും നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സും നമുക്ക് പ്രൈവറ്റായിട്ട് വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഏതായാലും 10:30 അടുപ്പിച്ച് നിൽക്കുന്ന സമയം വെച്ച് നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ച് വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് സെക്ടേഴ്സ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടെക്സ്റ്റൈല്, ഫുട്വെയർ, ഷ്രിംപ് എക്സ്പോർട്സ്, മെഷീനറി എക്യുപ്മെൻറ്റ്സ്, കേബിൾസ് ആൻഡ് വയേഴ്സ്, കെമിക്കൽസ് എന്നിങ്ങനെയുള്ള സെക്ടേഴ്സിനാണ് ഡയറക്റ്റായിട്ട് ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇനി മറ്റുള്ള രാജ്യങ്ങളുടെ ടാരിഫ് വെച്ചിട്ട് ചിലപ്പോൾ ഇതിന് പോസിറ്റീവായിട്ട് വന്നേക്കാം. കാര്യം ഇന്ത്യക്ക് കുറവായിരിക്കാം, മറ്റുള്ളവർക്ക് കൂടുതലായിരിക്കും എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. ബട്ട് ഇത് നേരിട്ട് എഫക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. താൽക്കാലികമായിട്ട് ഫാർമ കമ്പനീസിന് ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല, അതിൻ്റെ ഒരു റിലീഫ് റാലി നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഫാർമ സെക്ടർ അങ്ങനെ തന്നെ ആയി. പിന്നെയുള്ളത് ഓട്ടോമൊബൈൽ സെക്ടറിൽ ടാറ്റ മോട്ടോഴ്സിന് ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സോന BMW അല്ലെങ്കിൽ സമ്മർദ്ദന മദേഴ്സൺ എന്ന് പറയുന്ന ഓട്ടോ ആൻസിലറി കമ്പനിക്ക് അത്രയ്ക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ ഫാർമയിൽ ഒരു റിലീഫ് റാലി നടക്കുന്നു. IT ആണെങ്കിൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ പേടിച്ചിട്ട് സ്ട്രക്ചറലി ആയിട്ടുള്ള ഒരു വീക്ക്നെസ്സിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ IT കുറിച്ച് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലായത് എയർലൈൻ സ്റ്റോക്സ്. അപ്പോൾ എയർലൈൻസ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഡിഗോ അല്ലെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ GMR പോലെ അല്ലെങ്കിൽ അഡാനി പോർട്സ് പോലെയുള്ള
കമ്പനികളും ഒക്കെ ഒരു വിധത്തിൽ GMR എയർപോർട്ട്സ് ഉണ്ടല്ലോ അല്ലെ, GMR എയർപോർട്ട്സ്, JSW ഇൻഫ്ര, അതായത് എയർലൈൻ, ഈ ഷിപ്പിംഗ് കമ്പനി, ഷിപ്പ് യാർഡ്സ്, ഞാൻ ഷിപ്പിംഗ് കമ്പനിയെ കുറിച്ചല്ല പറയുന്നത്, എയർലൈൻസ് ഏതായാലും നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാം, വളരെ ക്ലിയർ ആയിട്ട് പറയാം. എയർലൈൻസ് അത് ഇന്റർഗ്ലോബും ഇൻഡിഗോ ആയിരിക്കാം അതിനകത്തൊരു ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത്. രണ്ടാമത് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റോക്സ്, ഇന്ത്യൻ ഹോട്ടൽസ്, IRCTC, ഇതൊക്കെ, പിന്നെ അതുപോലെ ഈ ട്രാവൽ പോർട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ, ഈ വക കമ്പനീസ്, എക്സിഗോ ഇങ്ങനെയുള്ള കമ്പനീസിനൊക്കെ ഒരുമാതിരി ആ സെക്ടറിന് ഒരു ബെനിഫിഷ്യൽ ആയിട്ട് വന്നേക്കാം. പിന്നെയുള്ളത് ഹോസ്പിറ്റാലിറ്റി സെക്ടർ, അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹോസ്പിറ്റൽസ്, ഫോർട്ടിസ്, ഇതൊക്കെ അവർക്കൊക്കെ ഒരു ബെനിഫിഷ്യൽ ആയിട്ട് വന്നേക്കാം. ഡയഗ്നോസ്റ്റിക് കമ്പനീസസ്, കാര്യം അവർക്ക് ഇതേ പറഞ്ഞ പോലെ എന്താണ് ഈ ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീമാണല്ലോ, അങ്ങനെ ആയിരിക്കാം. പിന്നെ വരുന്നത് ഗോൾഡ് ലോൺ കമ്പനീസ്, മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം, ഇതൊക്കെ ഡൊമസ്റ്റിക് എക്കണോമിയാണ്. റൈസിംഗ് ഗോൾഡ് പ്രൈസസ് എപ്പോഴും പ്ലഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂട്ടും. അതിനനുസരിച്ചാണെങ്കിൽ ഇത് രണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളായ ഭാരതി എയർടെൽ, ഇൻഡസ് ടവേഴ്സ്, ഇതിനൊക്കെ ഒരുവിധം ഈ പറഞ്ഞ പോലെ ടാരിഫ് ഒന്നും ഇമ്പാക്ട് ചെയ്യാത്ത ഡൊമസ്റ്റിക് സെക്ടേഴ്സാണ്. പിന്നെ പവർ കമ്പനീസ്, NTPC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, അല്ലെങ്കിൽ പവർ ഗ്രിഡ് എന്നിങ്ങനെ കമ്പനികളൊക്കെ റാദർ ഇൻസുലേറ്റഡ് ആണ്. ഞാൻ ഈ മെയിൻ ലൈൻ മാത്രമേ പറയുന്നുള്ളൂ, അതിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ ഇനി അങ്ങോട്ടേക്ക് വരും. ഞാൻ ഒരു സെക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞുള്ളൂ, ഇതൊന്നും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. പിന്നെയുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിലെ ONGC, BPCL, HPCL, ഇതൊക്കെയാണ് ഒരുമാതിരി പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതാണ് ഒരു സെക്ടറും സ്റ്റോക്സും ഒക്കെ. മാർക്കറ്റിനെ കുറിച്ച് ജനറലി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കംഫർട്ട്, വ്യക്തിപരമായിട്ട് ഞാനിത് ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റലും ഒന്നുമല്ല പറയുന്നത്, 25 കൊല്ലം 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ പറയുന്നത്, ഇപ്പോഴൊരു കംഫർട്ടബിൾ ലെവലിലേക്ക് വന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്നത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻകം ടാക്സിന് കിട്ടിയ കട്ടും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഒക്കെയാണ്. കൂടുതലും ഡൊമസ്റ്റിക് ഫാക്ടേഴ്സും FMCGയും കൺസംഷൻ സ്റ്റോക്സും ആണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ബട്ട് അതിൽ തന്നെ ഡാബറിന്റെ, ഞാനത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഡാബർ എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്നലെ വന്ന മാനേജ്മെന്റ് കമന്ററി അല്ലെങ്കിൽ ബിസിനസ് അപ്ഡേറ്റ് അനുസരിച്ച് അവർ പറയുന്നത് ഡൊമസ്റ്റിക് കൺസംഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്, വളരെ ബ്ലീക്കായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള. അതുമാത്രമല്ല ഈ FMCG കമ്പനീസൊക്കെ ഇപ്പോഴും നല്ല ഒരു ഹൈ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, ഒരു 1.5 ചീപ്നെസ് ഒന്ന് മോഡറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അതൊരു എന്താ പറയുക അണ്ടർവാല്യൂഡ് ഇൻട്രിൻസിക് ഫെയർ വാല്യൂയിലേക്ക് എത്തി എന്നും പറയാനും പറ്റില്ല. അപ്പം ഇവിടെയൊക്കെ ഇത്രയും സെക്ടറുകളിൽ പ്രശ്നമുണ്ട്. ചില സെക്ടറുകളിൽ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ കാണുന്നുണ്ട്. ഇനി FMCG സെക്ടേഴ്സ്, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ പോകുന്ന സെക്ടറിൽ നിന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ സംസാരിക്കാൻ പോകുന്ന സെക്ടറും അത്രയ്ക്ക് ചീപ്പായിട്ട് കാണപ്പെടുന്നുമില്ല എന്നുള്ളതാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് ജനറലി ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണലി അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റസ് കിട്ടിയതായിട്ട് തോന്നുന്നില്ല. വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്ത് പോവുക, എല്ലാം റിലാക്സ് ചെയ്ത് വളരെ കോമൺ സെൻസിക്കലായിട്ട് വേണം മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യാൻ. ശരികൾ ചെയ്യുന്നതിനേക്കാളും തെറ്റുകൾ കുറയ്ക്കുന്ന മാർക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ഇപ്പോൾ വരുന്നത് എന്നുള്ളത് മാത്രം നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നു. ഏതായാലും സർ, ഇന്നത്തെ നമ്മുടെ ഒരു സെഷനോടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും താരിഫ് എന്ന വേർഡിലേക്ക് തന്നെയാണ് ലോകം മുഴുവൻ ചുരുങ്ങിയിരിക്കുന്നത്. ഇനി കൂടുതൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ സെക്ടേഴ്സിനായിരിക്കും ബാധിക്കുന്നത് അടക്കമുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് വീണ്ടും നാളെ രാവിലെ 9:30 മൈഫിൻ്റെ ഓപ്പണിംഗ് അവേഴ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.